എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ക്രിസ്മസ് സ്പെഷ്യൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമുക്കിന്നത് വളരെ ഈസിയായി തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാനിവിടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയാണ് നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണണം. അത് കണ്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ബാറ്ററൊക്കെ തയ്യാറാക്കണമെന്ന് മനസ്സിലാക്കണം. 100 ഗ്രാം മൈദ, 100 ഗ്രാം പഞ്ചസാര പൊടിച്ചത്, 2 മുട്ടയുടെ വെള്ള, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ് ഇതെല്ലാം ചേർത്താണ് ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ പാനിൽ എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഞാനിതിൽ ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്തിരുന്നു. അതിനുശേഷം എയർ ബബിൾസ് വരാതിരിക്കാനായിട്ട് നന്നായി ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇരുമ്പ് തട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റോ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കണം. അതായത് ഈ സോസ് പാൻ നമ്മളതൊന്ന് വെക്കണേക്കാൾ മുമ്പ് ഇരുമ്പ് തട്ട് നല്ല ചൂടായിട്ടിരിക്കണം. ഇത് വെച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കത്തിക്കേണ്ടത്. ഞാനിപ്പോൾ പാൻ വെച്ച് കഴിഞ്ഞ് നന്നായി കറക്റ്റാക്കി അടച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഒരു വെയിറ്റ് വെക്കുകയാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 or 25 മിനിറ്റ് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 25 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും. പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇത് വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഇത് അരുവൊക്കെ വിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 3 വാനില സ്പോഞ്ച് കേക്കുകളാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെയും അതുപോലെ തന്നെ റെഡ് ഫോറസ്റ്റ് കേക്കിൻ്റെയും വീഡിയോയിൽ പലർക്കും 1-2 സംശയങ്ങളുണ്ട്. ഞാൻ സാധാരണ 100 ഗ്രാമിൻ്റെ അളവിൽ ഈ 2 സോസ് പാനുകളിലാണ് കേക്ക് തയ്യാറാക്കാറുള്ളത്. മുട്ടയുടെ വെള്ള മാത്രം ചേർത്തിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണിത്. ഇത് തയ്യാറാക്കുമ്പോൾ ബട്ടർ പേപ്പറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ അരുവാശം അത്ര ബ്രൗൺ കളർ ആവാത്തത്. ഈ പാനിലാണ് അത് തയ്യാറാക്കിയത്. മുട്ട ചേർക്കാതെ ബട്ടർ മാത്രം ചേർത്തിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണിത്. ഇത് തയ്യാറാക്കുമ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വിരിച്ചിരുന്നു. അതാണ് ഇത് ഇത്രയും ബ്രൗൺ കളറായിട്ട് ഇരിക്കുന്നത്. 3ാമത്തെ കേക്ക് ഈ പാനിലാണ് തയ്യാറാക്കിയത്. എനിക്ക് മറ്റുള്ള കേക്കിനായിട്ടും സ്വല്പം വലിപ്പം കൂടുതൽ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഈ പാനിൽ തയ്യാറാക്കിയത്. ഇതിലും ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന് ഇത്തിരി കളർ മാറ്റമായിട്ട് ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് 2-3 കേക്കുകൾ തയ്യാറാക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ കേക്കിൽ നിന്നും കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. അല്ലാണ്ട് ഒരു കേക്ക് ചെറുതാണെന്ന് എനിക്കറിയാം. അത് 2 എണ്ണാക്കിയേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 3 ലെയർ ഉണ്ടാവില്ല. പക്ഷേ വേറൊരു കേക്കിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ 3 ലെയറായിട്ട് ഉണ്ടാക്കാറ്. ഇപ്പം നിങ്ങളുടെ സംശയം മാറി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കേക്കുകൾ സെറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കാം. പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിൽ കേക്ക് വെച്ചാണ് ഞാനിത് സെറ്റ് ചെയ്യണത്. ഇതിൻ്റെ ക്രീമും മറ്റും പുറത്ത് പോവും. അപ്പോൾ അത് പോവാതിരിക്കാനായിട്ട് നമുക്ക് ഈ പ്ലേറ്റിനേക്കാൾ സ്വല്പം വലുപ്പമുള്ള വേറൊരു പാത്രം എടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗള്, അതായത് ഒരു ടിഫിൻ ബോക്സാണ് ഞാൻ എടുക്കണത്. അത് കമഴ്ത്തി വെച്ചു. അതിലേക്ക് ഈ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് സ്വല്പം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യണം. വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം ഈ കേക്ക് പറ്റി പിടിക്കും. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറി സിറപ്പ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഞാനത് അപ്ലൈ ചെയ്യാണ്. മുന്നേയുള്ള കേക്കിൻ്റെ വീഡിയോകളിലൊക്കെ ഇത് വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിത് അത്ര അധികം വിശദീകരിച്ച് പറയണില്ല. ഇനി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. അതെല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് വെക്കാം.
അടുത്ത കേക്ക് ഞാൻ സ്വല്പം ചെറിയ കേക്കാണ് വെക്കുന്നത്. അപ്പോൾ വേറൊരു ഷേപ്പ് കിട്ടാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത്. അടിയിൽ ഇത്തിരി വലിയ കേക്ക്, അതിൻ്റെ മേലെ സ്വല്പം ചെറുത്, അതിൻ്റെ മേലെ അതിലും സ്വല്പം ചെറുത്, അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ആദ്യത്തെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്നത്. അതിനുശേഷം രണ്ടാമത് ഒരേ വലിപ്പത്തിലുള്ള കേക്കാണ് തയ്യാറാക്കുന്നത്. ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് കറക്റ്റായി നമുക്കിനി അത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് നേരം വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റേ കേക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം. രണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചോക്ലേറ്റ് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാണ്. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ചെറിയ 1-2 പൂക്കൾ വരയ്ക്കുന്നുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് മോൾ എത്തിയിട്ടുണ്ട്. മോളാണ് ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 വ്യത്യസ്ത വലിപ്പത്തിലുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. എല്ലാവർക്കും PRS കിച്ചൻ്റെ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. നന്ദി, നമസ്കാരം.